നമസ്കാരം. നിർമ്മിത ബുദ്ധി പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ നിരവധി മേഖലകളിലും മനുഷ്യന് സഹായമായി മാറുമ്പോൾ ഇപ്പോൾ അതിൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളും വ്യാപകമാവുകയാണ്. പ്രശസ്ത ഹോളിവുഡ് നടൻ ബ്രാഡ് പിറ്റാണ് താനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരു വ്യാജൻ ഒരു ഫ്രഞ്ചുകാരിയായ വനിതയിൽ നിന്ന് തട്ടിയെടുത്തത് ഏതാണ്ട് 7 കോടിയോളം രൂപയാണ്. ഒരൊറ്റ വർഷം കൊണ്ടാണ് ഇയാൾ ഈ സ്ത്രീയിൽ നിന്ന് 7 കോടിയോളം രൂപ തട്ടിയെടുത്തത്. പിന്നീട് ഈ സ്ത്രീ തന്നെയാണ് ഇപ്പോൾ തനിക്ക് പറ്റിയ അബദ്ധം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ നിർമ്മിച്ചാണ് ഇയാൾ ഈ സ്ത്രീയെ കബളിപ്പിച്ചത്. ഈ സ്ത്രീയുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തു വന്നിട്ടില്ല. വലിയൊരു കോടീശ്വരൻ്റെ ഭാര്യയായിരുന്നു ഇവർ. ഇവരുടെ വിവാഹ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകുകയും പിന്നീട് അത് ഏതാണ്ട് വിവാഹമോചനത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഒരു ദിവസം ഇവർക്ക് ഒരു സന്ദേശം ലഭിക്കുന്നത്. പ്രശസ്ത ഹോളിവുഡ് നടൻ ബ്രാഡ് പിറ്റിൻ്റെ അമ്മയാണ് താൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ സന്ദേശമാണ് ആദ്യം എത്തിയത്. തൊട്ട് പിന്നാലെ തന്നെ ബ്രാഡ് പിറ്റിൻ്റെ സന്ദേശം എത്തുകയാണ്. ബ്രാഡ് പിറ്റിൻ്റെ ഭാര്യ ഏഞ്ചലിന ജോളിയുമായുള്ള വിവാഹബന്ധം തകർന്ന സാഹചര്യത്തിൽ തനിക്ക് ഗുരുതരമായ ക്യാൻസർ രോഗം, അതായത് കിഡ്നിയിൽ ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുകയാണെന്നും അതിന് ചികിത്സിക്കാൻ തൻ്റെ കയ്യിൽ പണമില്ലെന്നും അമ്മ ഈ സ്ത്രീയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞാണ് ഇയാൾ പരിചയപ്പെടാനെത്തിയത്. ശരിക്കും ഈ സ്ത്രീ ഇയാൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ ശരിക്കും ബ്രാഡ് പിറ്റാണ് എന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു. ബ്രാഡ് പിറ്റിനെ പോലെയുള്ള ഒരു വമ്പൻ ഹോളിവുഡ് താരവുമായി പരിചയപ്പെടാൻ കഴിയുക എന്നുള്ളത് ഈ സ്ത്രീയെ സംബന്ധിച്ച് സ്വപ്നതുല്യമായ ഒരു കാര്യമായിരുന്നു. മാത്രമല്ല അവരുടെ കുടുംബജീവിതം കൂടി താർന്നിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഇയാൾ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 7 കോടിയോളം രൂപയാണ് ഇയാൾ ഈ സ്ത്രീയിൽ നിന്നും ചികിത്സ ആവശ്യത്തിനെന്ന് പറഞ്ഞ് തട്ടിയെടുത്തത്. ആശുപത്രിയിൽ ചികിത്സ കഴിയുന്ന വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ തന്നെ ഇയാൾ ഈ സ്ത്രീക്ക് നിരന്തരമായി അയക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഇയാൾ പ്രണയ കവിതകൾ അവർക്ക് എഴുതി അയക്കുകയും അവരേതാണ്ട് പ്രണയത്തിലാവുകയും ചെയ്തു. തുടർന്ന് താൻ അവരെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് ഈ വ്യാജൻ ഈ സ്ത്രീയെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ വിവാഹിതരാകാൻ ഇരുവരും തീരുമാനിക്കുന്നു. മാത്രവുമല്ല, ഇതിനിടയ്ക്ക് ഇയാൾ വളരെ വിലപിടിപ്പുള്ള പല സമ്മാനങ്ങളും ഇവർക്ക് അയക്കും എന്ന് പറയുന്നതല്ലാതെ ഒന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. ഈ വ്യാജ ബ്രാഡ് പിറ്റിന് സ്ത്രീകളെ എങ്ങനെ മനോഹരമായി സംസാരിച്ച് വശത്താക്കാം എന്ന് നന്നായി അറിയാമായിരുന്നു എന്നാണ് ഈ സ്ത്രീ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇവർ തീവ്രമായ പ്രണയത്തിൽപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർക്ക് സംശയം തോന്നുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ സമയത്താണ് യഥാർത്ഥ ബ്രാഡ് പിറ്റും പ്രമുഖ ജ്വല്ലറി ഡിസൈനർ ഇനസ് ഡി റമോണുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇത് ഇവരിൽ സംശയം ജനിപ്പിച്ചു. ഇത് ശരിക്കുള്ള ബ്രാഡ് പിറ്റ് അല്ല എന്ന് തന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങി. ഏതായാലും തനിക്ക് പണവും നഷ്ടമായി, വെറുതെ ഹോളിവുഡ് താരത്തെ വിവാഹം കഴിക്കാൻ മോഹിക്കുകയും ചെയ്തു എന്നുള്ള ആ ഒരു ദുഃഖം അവരെ വിഷാദ രോഗത്തിലേക്കാണ് കൊണ്ടുവന്നെത്തിച്ചത്. ഏറെ നാൾ അവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്തു. പിന്നീട് ചികിത്സ കഴിഞ്ഞ് എത്തിയതിന് ശേഷമാണ് അവർ ഇക്കാര്യം ലോകത്തെ അറിയിക്കുന്നതും പോലീസിൽ പരാതി നൽകുന്നതും. എന്നാൽ ബ്രാഡ് പിറ്റിൻ്റെ പേരിൽ ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്നത് ആദ്യ സംഭവമല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കുറച്ച് നാൾ മുമ്പ് സ്പെയിൻകാരായ 2 സ്ത്രീകളിൽ നിന്ന് ഒരു സംഘം ബ്രാഡ് പിറ്റിൻ്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തിരുന്നതായി പിന്നീട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും തട്ടിപ്പിൻ്റെ പുതിയ മോഹങ്ങൾ ഇപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തുടങ്ങുകയാണ് എന്നുള്ളതിനെക്കുറിച്ച് ലോകത്തെ എല്ലാവരും തന്നെ ബോധവാന്മാരായിരിക്കണം എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഈ സംഭവത്തിലൂടെ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇന്ത്യയിലെ തന്നെ പല പ്രമുഖ വ്യവസായികളുടെയും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകളും മറ്റും കൊണ്ട് തട്ടിപ്പ് നടത്തുന്നതായി ഇപ്പോൾ വ്യാപകമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് വീഡിയോയിലും മറ്റും സംസാരിക്കാനെത്തുന്ന പ്രമുഖർ എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകൾ ശരിക്കും അവർ തന്നെയാണോ എന്ന് ഒന്നുകൂടി ഉറപ്പാക്കിയതിന് ശേഷം മാത്രം പണമിടപാടുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗഹൃദ ബന്ധമോ സ്ഥാപിക്കുന്നതായിരിക്കും ഉചിതം എന്ന് തന്നെയാണ് ഈ ഫ്രഞ്ചുകാരിയായ സ്ത്രീക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.